മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് പടം പിടിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മലയാള സിനിമ മമ്മൂട്ടി ഭരിക്കും. പഞ്ച് 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 അടിപൊളി. 200 കോടി ഉറപ്പിച്ച് പടം എന്ന് പറഞ്ഞാൽ ഗംഭീരം. നമുക്ക് മരണം 73കാരന്റെ ആറാട്ട് എന്ന് പറയാം. പടം നല്ല മാസ് പടം. 4 പടത്തിന് ശേഷം നല്ലൊരു മാസ് പടമല്ലേ, അത് നിങ്ങളെല്ലാവരും അത് എൻ്റർടൈൻ ആക്കണം. പിന്നെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ഇതല്ലേ അതിന്റെ സ്റ്റോറി അടിപൊളി സ്റ്റോറിയാണ്. പക്ഷേ ഫൈറ്റാണ് മെയിൻ തിങ്. ലൈക്ക് ആ ഫൈറ്റ് സീക്വൻസ് കാണുമ്പോൾ ലൈക്ക് ആ ഓരോ സ്റ്റൺസ് ആൻഡ് ലൈക്ക് യു വോണ്ട് ടെൽ ഹീസ് 73 years old. He's like probably like 25 or something. It's amazing. വൈശാഖ സംവിധാനം ചെയ്ത മമ്മൂക്കൻ്റെ ഇത് ടർബോ സിനിമ സൂപ്പർ സിനിമയാണ്, ഒന്നും പറയാനില്ല. മമ്മൂക്ക ജോസൂട്ടിയെ അയച്ച് അതിൻ്റെ കഥാപാത്രം അതിലത്തെ അവതരിപ്പിക്കുന്നതിൽ മ്യൂസിക്കിന് ഭയങ്കരപ്പെട്ട മ്യൂസിക്കാണ്. രാജ്ബി ഷെട്ടി ഇന്നും താരമാണ്. ഭയങ്കരപ്പെട്ട അഭിനയമാണ് രാജ്ബി ഷെട്ടിൻ്റെ. അടിപൊളി സെറ്റാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വാച്ച് ചെയ്യും. സൂപ്പറായിട്ടാ മമ്മൂട്ടി ചെറുതായി കൊണ്ട് പോയത്. ഒരു ഇംഗ്ലീഷ് പടം പോലെ ഇങ്ങനെയില്ല. സൂപ്പർ പടം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഒരു അടിപ്പടം, ആക്ഷൻ പാക്ക് മൂവിയാണ്. മമ്മൂട്ടിയുടെ ഒരു 1 man ഷോ ആണ് പടം. ഫസ്റ്റ് ഹാഫ് ക്ലാസ്സും സെക്കൻഡ് ഹാഫ് ചെറിയ മാസും, സെക്കൻഡ് ഹാഫ് മൊത്തം മാസം. ക്ലൈമാക്സ് ഒക്കെ ആണ് പ്രത്യേകിച്ചും പറയണ്ട. ഒരു 1 man ഷോ ആണ്. പിന്നെ പാർട്ട് 2 സ്കോപ്പ് ഉണ്ട്. ചിലപ്പോൾ പാർട്ട് 2 വരാൻ പോകുന്നത്. അവിടെ ക്ലൈമാക്സ് എല്ലാം ആക്കിയിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, അടിപൊളിയാണ്. അല്ല ഞങ്ങൾ വകുപ്പുണ്ട്. കാരണം വെച്ചാൽ നല്ലൊരു മേക്കിംഗ് ആണ്, ഡയറക്ഷനാണ്, ബീജിമെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു മമ്മൂട്ടി 1 man ഷോ എന്ന് പറയാം പറഞ്ഞാൽ. നല്ലൊരു മൂവിയാണ്. കാരണം ഒട്ടും ബോറും ഇല്ല, ലാഗും ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു 1 man ഷോ ആക്ഷൻ മൂവിയാണ്. 72 വയസ്സില്ല എനർജി, അതാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഞാൻ സല്യൂട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് സല്യൂട്ട് കൊടുക്കുന്നത്. ഞാൻ അവിടെ ചിന്തിച്ചറിയോ ഈ 72 വയസ്സ് ഇത്ര കാട്ടിക്കൂട്ടിയത് ഒറ്റ ചെറുപ്പക്കാർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ചെറുപ്പക്കാരൻ, ഞാൻ പോലും ചെയ്തിട്ടില്ല. ഈ 72 ഞാൻ അവിടെ നിന്ന് കിളി പോയത് കണ്ടിട്ട് 72 മാസം എനർജി. പടം സൂപ്പർ. നമുക്ക് മരണം. ഞങ്ങളെ ഒന്നും കൂടെ കാണാൻ വേണ്ടി പോകണം അടുത്തതായിട്ട്. സൂപ്പർ മൂവിയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്നിട്ട് കാണാം. അടിപൊളി ആക്ഷൻ ത്രില്ലർ സൂപ്പർ. ഇതൊരു ഫസ്റ്റ് പാർട്ട് ഒരു ബിൽഡപ്പ് പാർട്ടാണ് എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ ഇതിൽ കൂടുതൽ ഒടിവാറുന്ന ആക്ഷൻ കാണാമെന്ന് പ്രതീക്ഷിക്കും. ടർബോ 2 വരും, ജോസ് പിന്നെയും വരും എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. കാരണം വലിയൊരു തമിഴ് താരത്തിൻ്റെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ രാജ്ബി ഷെട്ടിയിൽ മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഡോൺ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ആക്ഷൻ ഹീറോ മൂവിയും ഇഷ്ടപ്പെടുന്നവർ മാത്രം, ലോജിക്ക് നോക്കുന്നവരും കഥ നോക്കുന്നവരും വന്നു കഴിഞ്ഞാൽ പരിപൂർണ്ണ നിരാശയായിരിക്കും ടർബോ കണ്ടാൽ വരുന്നത്. 100% വൈശാഖുടം. സ്ക്രിപ്റ്റ് എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. ഉദയകൃഷ്ണയുടെയും മനുവിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഒരുമാതിരി സെയിം ആയിരുന്നു കേട്ടോ. അവസാനത്തെ ഫൈറ്റും കലക്കിയിട്ടുണ്ട്, അടിപൊളി. നമ്മുടെ അവസാനത്തെ ഫൈറ്റ് നമ്മുടെ അമേസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണിത്. 200 കോടി ഉറപ്പിച്ച് മമ്മൂക്കയുടെ മാസ് ഇടിപ്പടം. അതായത് മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് പടം പിടിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടർബോ കൂടെ അത് മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെ ഇതിൽ എടുത്തു പറയണ്ട. മമ്മൂക്കയുടെ മാത്രമല്ല, ഇതിൽ വില്ലൻ കഥാപാത്രം ചെയ്തേക്കുന്ന രാജ്ബി ഷെട്ടി. പുള്ളിനെ കാണുമ്പോൾ ഒരു വില്ലൻ്റെ ലുക്കില്ലെങ്കിലും പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം കിട്ടില്ലെന്ന് തന്നെയാണ്, അതിലൊന്നും പറയില്ല. പിന്നെ ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് അതിൽ ട്വിസ്റ്റൊക്കെ വന്നപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു എൻട്രി പോലെയാണ്. ആ ട്വിസ്റ്റൊക്കെ അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കും. കാരണം അമ്മാതിരി ഒരു ലെവല് സാധനം. ക്ലൈമാക്സ് ഫൈറ്റ് ആണെങ്കിലും ഭയങ്കര രസമുള്ള ഒരു ഫൈറ്റാണ്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഫൈറ്റുകളെല്ലാം അടിപൊളിയാണ്, എൻഗേജിങ് ആണ്. പഞ്ച് 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 കിടിലം പടം. മമ്മൂട്ടി ഇനി ഒന്നും പറയാനില്ല. ഇനി കേരളത്തിലെ സിനിമ മലയാള സിനിമ മമ്മൂട്ടി ഭരിക്കും. അപ്പൊ ഈ സെറ്റ് പടം, ഈ സിനിമ എല്ലാം പെർഫെക്റ്റ്, ഒന്നും പറയില്ല. ഇനി അടുത്ത മമ്മൂട്ടിയുടെ ഇതോട് ഇനി ഈ ടർബോ എന്ന് പറയുന്ന സിനിമ ഇനി മമ്മൂട്ടിയെ വേറെ ലെവലിലോട്ട് എത്തിക്കുക. അപ്പൊ ഈ പൊളിപ്പടം ഞാൻ ഇന്ന് കണ്ട മമ്മൂക്ക പടങ്ങളിൽ ഏറ്റവും പൊളി. ഇത് വിജയിക്കും. ഇത് 100 അല്ല 150 കോടി ആവേശം കണ്ടിട്ട് ഇതിലൂടെ നമ്മൾ ഇടം മോനെ ഈ പടം കണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തോന്നും അടിയുടെ മോനെ കിട്ടിലും പടം. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ബ്രൂസ്ലി പടം, അതാണ് ടർബോ കിട്ടിക്കില്ല പൊളി. ഒരു രക്ഷയില്ല, കിട്ടില്ല പടമാണ് നമുക്ക് പൊളിച്ചത്. സെക്കൻഡ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് നോർമലായിട്ടല്ലോ, സെക്കൻഡ് ഹാഫ് കയറി ഭയങ്കര ത്രില്ലിങ്ങാണ്. ചേസിംഗ് ഒക്കെ അടിപൊളി പോരോ.
ഒരു അടിപൊളി കാർ ചേസിക്ക് കൊണ്ട് മാറുക അത് കാണാൻ കുളി കയറി മെയിനായിട്ട് സാധനം എടുത്തോ കട്ടയ്ക്കുന്ന വില്ലനാണ് പോളിയാ പുള്ളി വലിയ സൈസ് ഒന്നുമില്ല പക്ഷേ പുള്ളി ഉണ്ടല്ലോ അലക്ക് സാധനമാണ് കട്ടയ്ക്ക് മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസസ് എടുത്തു പറയണത് എന്നെ സ്ക്രീൻ പ്രസസ് അറിയോ ഒരു അജാനും പോകെ ഒരു ഇടി നേരം കട്ട ഇടിയാ ഇതിൻ മാനുവൽ തോമസും മമ്മൂക്കയും വൈശാഖും കൂടെ ചേർന്നപ്പോൾ തിയേറ്ററിൽ ഇട്ടിയുടെ പൂരപ്പുറമാണ് അടിപൊളിയാണ് മമ്മൂക്കാന്റെ രംഗങ്ങളൊക്കെ വേറെ ലെവല് ആക്ഷൻ രംഗങ്ങൾ ഫുള്ള് മമ്മൂക്കാന്റെ സ്ക്രീൻ മൊത്തം നിറഞ്ഞ് കാണാം നിറഞ്ഞ് പിന്നെ മമ്മൂക്കാന്റെ ഒപ്പം പിടിച്ചിട്ടുണ്ട് പൊളിയാണ് ബ്രോ ഒന്നും പറയില്ല അടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ട് ആ ഡാൻസ് കളിക്കുന്ന ടീമിന്റെ റിവ്യൂത്തിന് സാധനം കയറും ഓക്കെ ഗംഭീരൻ സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ല മാസ് ഫാമിലി എന്റർടൈൻമെന്റ് ഏത് രീതി നോക്കിയാലും തിയേറ്ററിൽ കയറി കൊടുക്കുന്ന കാശിന് വർത്തുണ്ടോ നോ ഡൗട്ട് ഓ രാജു ഷെട്ടി ഒന്നും പറയാനില്ല പുള്ളിയാണ് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇതുപോലൊരു വില്ലനെ എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഒരു മലയാള പടം ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എൻ്റെ അറിവിൽ റൊമാൻറ്റിഫിക്കേഷൻ അതാണ് ക്ലൈമാക്സിൻ്റെ ഐറ്റ സാധനമുണ്ട് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണും മസ്റ്റ് വാച്ച് ഈ പടം എന്ന് പറഞ്ഞാൽ ഗംഭീരം 73-കാരൻ്റെ ആറാട്ട് എന്ന് പറയാം അത്രയ്ക്ക് സൂപ്പറാണ് അടിപൊളി മമ്മൂട്ടി പൊളിച്ചു വില്ലൻ കുഴപ്പമില്ല നന്നായിട്ട് മമ്മൂട്ടിൻ്റെ അടുക്ക് അത്രയ്ക്ക് എത്തൂല പക്ഷെ എന്നാലും കുഴപ്പമില്ല മമ്മൂക്ക തകർത്തു നല്ല മൂവിയാണ് ഇന്റർവെല്ലിന് ശേഷം നല്ല തകർപ്പൻ ആക്ഷൻ മൂവിയാണ് എല്ലാവരും പോയി കാണണം മമ്മൂക്ക പൊളിച്ചു എനിക്കൊന്നും പറയല്ല ജോസൂട്ടി ചേട്ടൻ മാസ് പടം മാസ് പടത്തിൻ്റെ കൂടെ തന്നെ കുറേ സ്ട്രാറ്റജിക്കൽ ഇതുണ്ട് നല്ല രസമുണ്ട് ഫ്രം ബിഗിനിങ് ടു എൻഡ് നമുക്ക് വിസിലടിച്ച് കാണും ബിഗിനിങ് ടു എൻഡ് ഒരു ത്രില്ലർ മൂവി തന്നെയാണ് അത് പക്ഷേ ഒരു എന്താ പറയുക നാടൻ രീതിയിൽ തന്നെ തുടങ്ങിയിട്ട് മാസ് ആയിട്ട് രാജ്ബി ഷെട്ടി ഭയങ്കര ഒരു മെനേസ് ഇൻ എ വെരി സട്ടിൽ വേ കാണിച്ചിട്ടുണ്ട് മമ്മൂക്ക സർ ഓഫ് കോഴ്സ് ഈസ് സച്ച് എ വെർസറ്റൈൽ ആക്ടർ ഏത് ജോണർ ചെയ്താലും അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്ന ഒരു വെർസറ്റാലിറ്റി മമ്മൂട്ടി സർ ഇതിൽ കാണിച്ചിട്ടുണ്ട് മാസ് ആണെങ്കിൽ മാസ് ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ സോ വെരി നൈസ് എല്ലാവരും കാണണം നല്ല പടം നന്നായിട്ട് എല്ലാ സെന്റിമെന്റ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് കോമഡി ഉണ്ട് നല്ല ആക്ഷനും വളരെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഗംഭീര വിജയമായിരിക്കും ഈ പറഞ്ഞ മാതിരി ടർബോ എന്താ പറയുക ബ്രഹ്മയോഗം വേറെ എൻ്റെയർലി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ മാതിരി ബ്രഹ്മയോഗത്തിന് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ മാതിരി 10 ലക്ഷം മുണ്ടിന് മാത്രമല്ല എൻ്റെയർ ക്യാരക്ടറുണ്ട് അതിനകത്ത് പോർച്ചുഗീസുകാരുണ്ട് യക്ഷിയുടെ കോസ്റ്റ്യൂം നമ്മളെല്ലാം ആക്സസറി കസ്റ്റമൈസ് ചെയ്തതാണ് ഇതാണ് എൻ്റെ യക്ഷിയുടെ ആക്സസറി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ഇതിന് ഞാൻ അതിൻ്റെ റേറ്റും പ്രൈസിൻ്റെ കാര്യം കസ്റ്റമൈസ്ഡ് ആണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് മമ്മൂക്കയുടെ ടർബോ മമ്മൂട്ടി കമ്പനിയോട് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് നൻപകൽ കഴിഞ്ഞിട്ട് ടർബോയിലേക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതൊരു മാസ് കൊമേഴ്ഷ്യൽ മസാല സിനിമയാണ് അപ്പോൾ അതിനകത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു കൊമേഴ്ഷ്യൽ ഇപ്പോൾ മിന്നൽ മുരളി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എനിക്ക് സ്പേസ് കിട്ടിയത് അതിനകത്ത് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈവൻ എൻ്റെ കോസ്റ്റ്യൂം സ്റ്റൈൽസ് ഒക്കെ പോലെ കുറേയൊക്കെ എവിടെയൊക്കെയോ നമ്മൾ റെപ്ലിക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഭയങ്കര സന്തോഷം ഈ പറഞ്ഞ മാതിരി 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഫിലിമിൽ ഞാനൊരു 30-ഓളം സിനിമ ചെയ്തിട്ടുണ്ട് ഇത്ര നാളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുമ്പോഴും അല്ലെങ്കിൽ കോസ്റ്റ്യൂമിനെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പുതിയ തലമുറയ്ക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആവട്ടെ അല്ലെങ്കിൽ നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വരാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഞാനൊരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഫാമിലിക്കൊക്കെ ഇത് എന്ത് മേഖലയാണ് എങ്ങനെയാവും ഇപ്പം നമുക്കത് ഷോക്കേസ് ചെയ്യാൻ പറ്റും നമ്മുടെ വരും തലമുറയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ വർക്ക് ചെയ്ത പോലെ അല്ലെങ്കിൽ MSc പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്ക് പ്രചോദനമാണെന്ന് ഞാൻ ചോദിക്കുന്നു പിന്നെ എന്താണ് വേറെ എന്താണ് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി ടർബോ വർക്കായി ബ്രഹ്മയോഗം നല്ല രീതിയിൽ വന്നു കരിയറിനകത്ത് 8 വർഷത്തെ എക്സ്പീരിയൻസിനകത്ത് മിന്നലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ഞാൻ അപ്പോൾ പോലും കിട്ടാത്തൊരു റെസ്പോൺസ് എനിക്ക് ഈ ബ്രഹ്മയോഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴും ഈവൻ ടർബോൻ്റെ ഈ ഒരു ഇവിടെ റിലീസിങ്ങിന് വന്ന് നിൽക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതിനകത്ത് താങ്ക്സ് ടു മമ്മൂട്ടി അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനി വൈശാഖേട്ടൻ ജിതിൻ ചേട്ടൻ ഷാജി ചേട്ടൻ പിന്നെ ഈ പടത്തിൽ നമ്മൾ കളർ പാലറ്റും കാര്യങ്ങൾ ഞാനും ഷാജി നടുവിൽ ആർട്ട് ഡയറക്ടർ
വിഷ്ണു ശർമ്മ. നമ്മളതിനെ ഭയങ്കര രസകരമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മാതിരിൻ്റെ കളർ ലൈറ്റും അതേപോലെ തന്നെ കോസ്റ്റ്യൂംസും കാര്യങ്ങളിലെല്ലാം നമ്മളൊരു സെറ്റാനായിട്ടുള്ള ഇന്ന പാറ്റേൺ, ഇന്ന ഡിസൈൻസ്, ഇന്ന കളേഴ്സ് എന്നുള്ള രീതിയിൽ പോയതുകൊണ്ടാണ് ഇതൊരു കൊമേഴ്ഷ്യലി ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തത് അല്ലെങ്കിൽ വർക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ചത് അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വെച്ചാൽ ഞാൻ വാക്കുകളില്ല, പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് ഞാൻ ഓണേറി കിടന്ന് പറയും വെളി കേൾക്കുന്നുണ്ട്. ബട്ട് അതെല്ലാം ഞാൻ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടുള്ളത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഞാൻ ആരും പറഞ്ഞ് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം അത് എൻ്റെ സ്റ്റൈലാണ്, എൻ്റെ ഫാഷനാണ്. ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് നാളെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്.